പിൻട്രസ്റ്റും ഗൂഗിൾ റെഫറൻസ് എടുക്കുന്ന ബ്രൈറ്റ്സ് ആണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. പറഞ്ഞോ, എങ്ങനെ വേണം മേക്കപ്പ്? വൈറലാവോ? മുടി വട്ടം കേളിന്റെ നല്ല ജീനിയായിട്ട് നിൽക്കണം. പിന്നെ മേക്കപ്പ് ഇട്ടോ ചെയ്ത് ഇട്ടു, പക്ഷെ ഇട്ടില്ല. ഗ്ലോ ആണോ വേണ്ട നിനക്ക്? പിന്നെ ലിപ്സ്റ്റിക് നല്ല സൂപ്പർ ഷെയ്ഡ് ആയിരിക്കണം. ലിപ്സ്റ്റിക് ഇല്ലാത്ത ചെയ്തിട്ട് നോർമൽ ട്രാക്ക് ചെയ്യണ പറയണോ? അതെ അല്ലല്ലോ. ഹലോ, ഇത് ഞങ്ങളുടെ ക്യൂട്ട് ബ്രൈഡ് സോന. സോനോട് ഓരോ ലുക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഒരുപാട് കൺഫ്യൂഷനും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം സോനയ്ക്ക് സോനയുടേതായ കുറെ കൺസെപ്റ്റുകളും റെഫറൻസും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാരി ഡ്രൈപ്പിംഗ് ആയിരുന്നു കേട്ടോ. സോന തന്ന റെഫറൻസ് വെച്ചിട്ട് സാരി ഡ്രൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവരത് അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ള ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ ടെൻഷൻ സോനയായിട്ട് പങ്കുവച്ചപ്പോൾ സോന പറഞ്ഞത്, ചേച്ചി എനിക്ക് ഇതാണ് ഇഷ്ടം, എന്റെ ദിവസമല്ലേ, അപ്പൊ ഞാൻ ഇഷ്ടപ്പെടുന്ന പോലെ ചെയ്യുന്നതല്ലേ നല്ലതെന്ന് പറഞ്ഞു. അന്നാണ് എനിക്ക് മനസ്സിലായത് ഓരോ ബ്രൈഡ്സിനും ഓരോ രീതിയിലുള്ള കൺസെപ്റ്റുകൾ ഉണ്ടാവും. ചിലവർക്ക് ഒട്ടും കൺസെപ്റ്റും ഇല്ലാതെ ചേച്ചിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെന്ന് പറയുന്നവരുണ്ടാവും. ചിലർക്ക് കറക്റ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആയിട്ട് റെഫറൻസ് ഒക്കെ ആയിട്ട് വരുന്ന ബ്രൈഡ്സ് ഉണ്ടാവും. എന്തായാലും അവരുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ സോനയ്ക്ക് അതേപോലെ തന്നെ ചെയ്ത് കൊടുത്തു. ആള് ഫുൾ സാറ്റിസ്ഫൈഡ് ആയി. ബ്രൈഡ് ആഗ്രഹിച്ച രീതിയിൽ ലുക്ക് ക്രിയേറ്റ് ചെയ്തപ്പോൾ ബ്രൈഡ് ഹാപ്പി, നമ്മൾ ഹാപ്പി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമ്മുടെ ബ്രൈഡിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണോ വേണ്ടത്, അതേ ബാക്കി കാണുന്ന ആൾക്കാരുടെ സാറ്റിസ്ഫാക്ഷൻ ആണോ വേണ്ടത്? എന്തായാലും അപ്കമിംഗ് ബ്രൈഡ്സ് ഒന്ന് കമന്റ് ചെയ്തോട്ടോ ഏത് രീതിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. സ്റ്റൈല്